മാസ്റ്റർ അക്കാഡമി വീഡിയോ സെറ്റിലേക്ക് സ്വാഗതം. ജൂനിയർ സൂപ്പർവൈസർ അതിൻ്റെ സിലബസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മിൽമ നടത്തുന്ന ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഒരുപാട് പേര് എൻക്വയറി നടത്തും. എന്താണ് സാർ ക്ലാസ് ആരംഭിക്കുന്നത്, ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിനെപ്പറ്റിയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. വ്യക്തമായി കേൾക്കുക. സിലബസുകൾ കോർ സബ്ജക്റ്റ് 75% ഉണ്ട്. കോപ്പറേറ്റീവ് മൂവ്മെന്റ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ, വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ പറയുന്നുണ്ട്, അതേ കണക്ക് സെക്ഷൻസ് പറയുന്നുണ്ട്, സബ്സെക്ഷൻ പറയുന്നുണ്ട്. ഇതെല്ലാം വൃത്തിയായി പഠിക്കുക. ഞാനൊരു കാര്യം പറയാം, മറ്റ് കേരള PSC പരീക്ഷ കണക്കിന് കണക്കാക്കണ്ട. ഒരുപാടൊന്നും പഠിക്കാൻ എല്ലാവരും വ്യക്തമായിട്ട് ഓരോന്നും പറയുന്നു എന്ത് പഠിക്കണം. മറ്റു പല പോസ്റ്റുകൾക്കും കറണ്ട് അഫയേഴ്സ് വരെ അവസാനത്തെ 3 മാസം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ നോക്കുക, സെക്ഷനും സബ്സെക്ഷനും എല്ലാം റൂൾസും എല്ലാം കൃത്യമായിട്ട്, ആർട്ടിക്കിൾ എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് അനലൈസ് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തിലേക്ക് പോകാം. പിന്നെ ഫൈനൽ അക്കൗണ്ട്സിനെ പറ്റി പഠിക്കണം. ഇപ്പൊ ഇത്രയും മാർക്കാണ് എനിക്ക് തോന്നുന്നു 70% കോർ സബ്ജക്റ്റാണ് ഉള്ളത്. ബാക്കി ഒരു പാർട്ട് B ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മറ്റ് പരീക്ഷകളുള്ളവർക്ക് തന്നെയാണ്. ഒന്നുകൂടെ വായിക്കാം. നോളജ് അബൌട്ട് TRCMPU ലിമിറ്റഡ്, ട്രിവാൻഡ്രം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ലിമിറ്റഡ്. അഡ്മിനിസ്ട്രേഷൻ അറിയണം, രജിസ്ട്രേഷൻ അറിയണം, വിഷൻ, മിഷൻ, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇത്ര അറിഞ്ഞിരിക്കണം. കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കണം. അവസാനത്തെ 3 മാസത്തെ ലോജിക്കൽ റീസണിങ് ഏതൊക്കെയാണ്? ബേസിക് മാത്തമാറ്റിക് ആൻഡ് അരിത്തമെറ്റിക് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആൻഡ് അനലിറ്റിക്കൽ റീസണിങ് ഇത്ര അറിഞ്ഞിരിക്കണം. അവയർനെസ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ GK അബൌട്ട് 4 സദേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള, major rivers, hill ranges, forest and wildlife sanctuaries, writers, poets, social reformers, cultural icons, local self-government institutions, demography, districts wise population. ഇത്രയും കളർ അറിഞ്ഞിരിക്കണം. പിന്നെ ഡ്രാഫ്റ്റിംഗ് സ്കിൽ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഇംഗ്ലീഷും മലയാളവും. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ്, ഡ്രാഫ്റ്റിംഗ് ഓഫ് സബ്മിഷൻസ്, ഡ്രാഫ്റ്റിംഗ് ഓഫ് റിപ്പോർട്ട്സ്. അതൊക്കെ വ്യക്തമായി ഞങ്ങൾ ക്ലാസ് എടുത്തു തരാം. ഈ സിലബസിലുള്ള A to Z കാര്യങ്ങൾ, ഡ്രാഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അത് പഠിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരു കാര്യത്തിൽ എനിക്ക് 90% നമ്മൾ സേഫാ. കാര്യം എന്താ? സിലബസ് ഉണ്ട്. നമ്മുടെ മുന്നിലേക്ക് എന്ത് പഠിക്കണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാസ്റ്റർ അക്കാഡമി കോഴ്സ് തുടങ്ങാനുള്ള കാരണം അത് തന്നെയാണ്. കാര്യം എന്താ? നമുക്കറിയാം ഇന്നത് പഠിപ്പിച്ചാൽ മതിയാകും. സെക്ഷനും സബ്സെക്ഷനും ആർട്ടിക്കിളും റൂൾസും എല്ലാം പഠിപ്പിക്കണം. അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾ നന്നായി പഠിപ്പിക്കും. വെറുതെ പഠിപ്പിക്കുകയല്ല, ഓരോ വീക്കിലും പഠിക്കാൻ ടോപ്പിക്ക് നൽകും, എക്സാംസ് ഉണ്ടാകും, സ്റ്റഡി പ്ലാൻ ഉണ്ടാകും, റിവിഷൻ ഉണ്ടാകും, ലൈവ് ക്ലാസ് ഉണ്ടാകും. ഓരോ പരീക്ഷ കഴിയുമ്പോഴും റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നന്നായി പഠിക്കുക. താങ്ക്